എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേർ ഐസക് മത്തായി. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ശിഷ്യന്മാർ വഴി അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് യേശു കർത്താവ് പ്രസ്താവിച്ചു. യേശു കർത്താവ് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം എന്ന് മാത്രമല്ല, താൻ തന്നെ വഴിയാകുന്നു എന്ന് വെളിപ്പെടുത്തി. നാം സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള മുഖാന്തരം കർത്താവാകിയാൽ കർത്താവ് തന്നെ വഴിയുമാകുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിയാഗത്താൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. നാം ദൈവദൃഷ്ടിയിൽ നീതിമാന്മാരായി കണക്കാക്കപ്പെട്ടു. വിശ്വാസത്തിൽ യേശുവിൻ്റെ നീതി നാം പ്രാപിച്ചു. സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് അതിൽ കൂടി നമുക്ക് ലഭിച്ചു. ഞാൻ തന്നെ സത്യമാകുന്നു. യേശു സത്യം പഠിപ്പിക്കുക മാത്രമല്ല, യേശു കർത്താവ് തന്നെ സത്യമാണ്. യേശുവിനെ പരിപൂർണമായി ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയാണ്. യേശുവിൻ്റെ സുവിശേഷം സത്യമാകുന്നു. സത്യമാകുന്ന യേശുവിൽ നാം വിശ്വസിക്കുമ്പോൾ, അവൻ്റെ ഉപദേശം നാം സ്വീകരിക്കുമ്പോൾ നമുക്ക് രക്ഷ ലഭിക്കുന്നു. നാം അജ്ഞതയിൽ നിന്നും പാപത്തിൽ നിന്നും സ്വതന്ത്രരാക്കപ്പെടുന്നു. ഞാൻ തന്നെ ജീവനാകുന്നു എന്ന് പറയുമ്പോൾ യേശു കർത്താവ് ജീവൻ നൽകുന്നു എന്ന് മാത്രമല്ല, യേശു കർത്താവ് തന്നെ ജീവനാകുന്നു. യേശുവിൽ നിത്യജീവനുണ്ട്. യേശുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകണം. വഴി കാണിക്കുന്നതും സത്യം പഠിപ്പിക്കുന്നതും ജീവൻ നൽകുന്നതും യേശുവിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ വിവിധ വശങ്ങളാണ്. യേശുവിന് മാത്രമേ മനുഷ്യർക്ക് രക്ഷ നൽകുവാൻ കഴിയുകയുള്ളൂ. യേശു മാത്രമാണ് രോഗരക്ഷകൻ. യേശുവിൽ കൂടിയുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ നാം പിതാവിൻ്റെ അടുക്കൽ ചെല്ലുകയുള്ളൂ. യേശു ക്രൂസിൽ തൂക്കപ്പെടുവാൻ പോകുകയാണെന്ന് അറിഞ്ഞിട്ടും യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയാകുന്നു. മനുഷ്യരുടെ വ്യാജ്യങ്ങൾ കൊണ്ട് യേശു കുറ്റം വിധിക്കപ്പെടുവാൻ പോകുമ്പോഴും കർത്താവ് പറയുന്നു, ഞാൻ തന്നെ സത്യമാകുന്നു. തൻ്റെ ശരീരം വേഗത്തിൽ കല്ലറയിൽ അടക്കുവാൻ പോകുമ്പോഴും യേശു കർത്താവ് പറയുന്നു, ഞാൻ തന്നെ നിത്യജീവനാകുന്നു. ലോകമനുഷ്യർ പലതരത്തിലുള്ള ദൈവങ്ങളെയും ദേവതകളെയും അവതാരങ്ങളെയും എല്ലാം ആരാധിക്കുന്നു. എന്നാൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് പറയുവാൻ കഴിയുന്ന ഒരേ ഒരു ദൈവം മാത്രമേ ഉണ്ടായുള്ളൂ. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ സ്വർഗത്തിലേക്കുള്ള വേറെ വഴിയില്ല. മറ്റ് മതങ്ങളും മത നേതാക്കന്മാരും സ്വർഗത്തിലേക്കുള്ള വഴി ജനങ്ങളെ ചൂണ്ടിക്കാണിക്കും. എന്നാൽ യേശുവിന് മാത്രമേ അവിടേക്ക് എത്തിക്കുവാൻ കഴിയുകയുള്ളൂ. യേശു ക്രിസ്തു തന്നെ വഴിയും സത്യവും ജീവനുമാണ്. എന്തുകൊണ്ടാണ് നിത്യജീവനിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവുമായിരിക്കുമെന്ന് യേശു കർത്താവ് പ്രസ്താവിക്കുവാൻ കാരണം? ഈ ഒളിമ്പിക്സിലെല്ലാം പങ്കെടുക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്നും വലിയ എക്സസൈസ് ചെയ്യുന്നവരാണ്.
തങ്ങളുടെ ശരീരഘടനയും സ്വഭാവത്തെയും ക്രമീകരിക്കുകയും തങ്ങളുടെ അഭിലാഷങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടാണ് സ്വയം ശിക്ഷണത്തിന് അവർ വിധേയരാകുന്നത്. എന്തിനു വേണ്ടി അവരങ്ങനെ ചെയ്യുന്നു? ഈ ലോകത്തിൽ ഒരു മെഡൽ നേടുവാൻ വേണ്ടി, ഒരു പുകഴ്ച നേടുവാൻ വേണ്ടി. എന്നാൽ ഇതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റായതും വിലയുള്ളതുമായ ആത്മീയ കാര്യങ്ങൾക്ക് കുറഞ്ഞ നിയന്ത്രണവും അഭ്യാസവും മാത്രമാണ് ഇന്ന് ലോകം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്. നാം ഒന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ ലോകത്തിൽ ചിലത് നേടുവാൻ വേണ്ടി നാം എത്രയോ പാടുപെടുന്നു. എന്നാൽ ഈ ലോക ജീവിതം കഴിഞ്ഞ് പരലോകത്തിലേക്ക് നാം എത്തുമ്പോൾ അവിടെ നമുക്ക് ഒരു നിത്യതയുണ്ട്. ആ നിത്യത നേടുവാൻ വേണ്ടി നാം എന്ത് ചെയ്യുന്നു? 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27 നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കൂ. സ്തോത്രം. ഒരു ഘനമേറിയ ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്നും ശിക്ഷിത്വമെന്നും ഒരിക്കലും നാം തെറ്റിദ്ധരിക്കരുത്. ക്രൂശിൻ്റെ പാത കഷ്ടത നിറഞ്ഞ ഒന്ന് തന്നെയാണ്, അതിന് സംശയമില്ല. ഇന്ന് പലരുടെയും പ്രാർത്ഥന വെരി സിമ്പിളാണ്, ഈസിയാണ്. ഈസി ലൈഫിന് വേണ്ടിയാണ് അവരുടെ പ്രാർത്ഥന. അധ്വാനവും വിയർപ്പും കണ്ണുനീരും കഷ്ടതയും പട്ടിണിയും ഉറക്കമിളപ്പും രക്തച്ചൊരിച്ചിലും അപമാനവും അപകടവും ഒക്കെ ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരു വിശ്വാസിയുടെ അവകാശമാണെന്ന് നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. യേശു തന്നെ അനുഗമിക്കുന്നവരിൽ നിന്നും യാതൊരു അയവുമില്ലാത്ത ജീവിത കൃത്യനിഷ്ഠതയും അനുസരണവുമാണ് ആഗ്രഹിക്കുന്നത്. ആഡംബര ജീവിതത്തിൽ മുഴുകിക്കഴിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യേശുവിൻ്റെ മാർഗം സന്തോഷപ്രദമായി തോന്നുകയില്ല. ക്രിസ്തീയ ജീവിതവും ശിഷ്യത്വവും കർശനമായ വ്യവസ്ഥകൾ ഉണ്ട്. അതിന് കർശനമായ വ്യവസ്ഥകളുണ്ട്. നാം ഗൗരവപൂർവ്വം കണക്കിലെടുക്കുക യേശുവിൻ്റെ സന്ദേശങ്ങൾ. എൻ്റെ അടുക്കൽ വരികയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. സ്വയസ്നേഹത്തെ എടുത്തു മാറ്റി തന്നെത്താൻ ത്യജിച്ച് സ്വന്തം ജീവനെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരുവന് മാത്രമേ ശിഷ്യത്തിൻ്റെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെയും മാർഗത്തിൽ കർത്താവിനെ പിൻപറ്റുവാൻ കഴിയുകയുള്ളൂ. ഇടുക്കവും ഞെരുക്കവുമുള്ള പാത തിരഞ്ഞെടുക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തു പോയ മാർഗം തന്നെ നാമം തിരഞ്ഞെടുത്തേ തീരൂ. മറ്റു കുറുക്കുവഴികൾ ഒന്നും നിത്യജീവനിലേക്ക്, സ്വർഗത്തിലേക്ക് ഇല്ല. നാശത്തിലേക്കുള്ള വഴി ഓർ നരകത്തിലേക്കുള്ള വഴി വിശാലമാണ്. ആ വഴി തിരഞ്ഞെടുക്കുന്നവർ വലിയ ജനക്കൂട്ടമായിരിക്കും. വലിയ ജനസമൂഹത്തിന് മുഴുവൻ യാത്ര ചെയ്ത് പ്രവേശിക്കുവാൻ അതിൻ്റെ വാതിൽ വിശാലമായതാണ്. വിശാലമായതും ലാഭമായ വിധം സഞ്ചരിക്കാവുന്നതുമായ വഴി പരീശന്മാരുടെ ബാഹ്യമായ നീതി പ്രവൃത്തികളെ എടുത്തു കാണിക്കുന്നു. യേശുവിൻ്റെ സന്ദേശത്തെ മനസ്സിലാക്കുവാൻ സാധിച്ചാൽ പരീശന്മാരുടെ ഉപദേശത്തെ അംഗീകരിക്കുന്നവരുടെ അന്ത്യം നാശകരമാണെന്ന്
നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഈ സന്ദേശത്തിൻ്റെ ആഴം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നാശത്തിൻ്റെ വിശാലമായ വഴിക്ക് പ്രധാനമായ 3 ഘടകങ്ങൾ യേശു കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലൊന്ന് വിശാലമായ വഴി. ജനസമൂഹം തിങ്ങിക്കൂടി സഞ്ചരിക്കുന്ന വഴിയാണ്. ഈ വഴി നാശത്തിലേക്കുള്ള വഴിയാണ്. എന്താണ് നാശത്തിലേക്കുള്ള വഴി? എന്താണ് ഈ വിശാലമായ വഴി? വളഞ്ഞ വഴിക്ക് പോകുന്നവരും ചൊവ്വല്ലാത്ത പാതയിൽ കൂടി യാത്ര ചെയ്യുന്നവരും അനേകരുണ്ട്. ഒരുപക്ഷെ ഈ വഴികൾ അവർക്ക് അനുയോജ്യമായി തോന്നിയേക്കാം. വിശാലമായ വഴി ഏത് കാലത്തും ലഘുവാണ്, പ്രചാരം നേടിയതുമായിരിക്കാം. ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന സകലവിധ സന്തോഷവും അനുഭവിച്ചുകൊണ്ട് ആഡംബരമായി ജീവിക്കേണ്ടത് മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ധാർമ്മികമായ ജീവിത പ്രേരണകളിൽ വെള്ളം ചേർത്ത് അവയുടെ ഡെൻസിറ്റി കുറയ്ക്കുവാനുള്ള പ്രവണതയാണ് പാപിയുടെ ഹൃദയത്തിൽ എപ്പോഴും പൊങ്ങി നിൽക്കുന്നത്. അല്പം മദ്യം കുടിക്കുന്നതോ വല്ലപ്പോഴും ടെൻഷൻ വരുമ്പോൾ പുക വലിക്കുന്നത് കൊണ്ടോ വലിയ പാപമൊന്നുമില്ലെന്ന് ഭാവിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും. കർത്താവിൻ്റെ ഉപദേശങ്ങളിൽ വെള്ളം ചേർക്കുന്ന വിശാല ഹൃദയന്മാരും ഇന്ന് വിശ്വാസഗോളത്തിൽ ഉന്നതങ്ങളിലുണ്ട്. നാശത്തിലേക്കുള്ള വഴി വിശാലമാണ്. യിരെമ്യാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രമം ലഭിക്കും. അവരോ ഞങ്ങൾ അതിൽ കടക്കുകയില്ലെന്ന് പറയുന്നു. ജനസമൂഹം തിങ്ങിക്കൂടി നടക്കുവാൻ ആഗ്രഹിക്കുന്ന വഴി വിശാലമായ വഴിയാണ്. ബഹുഭൂരിപക്ഷം എപ്പോഴും ശരിയാകണമെന്നില്ലല്ലോ. നാം പലപ്പോഴും ബഹുഭൂരിപക്ഷത്തെ നോക്കി സഞ്ചരിക്കുന്നവരാണ്. ഒഴുക്കിനൊത്ത് നീന്തുന്നത് വളരെ എളുപ്പമാണ്. താൽക്കാലികമായി ഇതുപോലെ തന്നെയാണ് വിശാലമായ വഴിയിൽ കൂടി നാം സഞ്ചരിക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം ആളുകളും ജനസമൂഹം തിങ്ങിക്കൂടി യാത്ര ചെയ്യുന്ന വഴി തിരഞ്ഞെടുക്കുന്നു. എല്ലാവരും നരകത്തിലേക്കാണെങ്കിൽ ഞാനും അങ്ങോട്ടേക്കാണ്. ഈ ഒരു ചിന്താഗതിയാണ് മനുഷ്യനെന്ന് യെശയ്യാ പ്രവചനം 59:8 പറയുന്നത്, സമാധാനത്തിൻ്റെ വഴി അവർ അറിയുന്നില്ല, അവരുടെ നടപ്പിൽ ന്യായവുമില്ല, അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു, അവയിൽ നടക്കുന്നവൻ ഒരുത്തനും സമാധാനം അറിയുകയില്ല. സ്തോത്രം. ഇന്ന് നേർവഴിക്ക് നടന്ന് നല്ല പ്രവൃത്തി ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ്. ഈവൻ വിശ്വാസഗോളത്തിൽ പോലും എല്ലാവരും വളഞ്ഞ വഴിയിൽ കൂടി നടക്കുന്നവരാണ്. മനുഷ്യർ തിരഞ്ഞെടുക്കുന്ന ഏത് വഴിക്കും ഒരു അന്ത്യമുണ്ട്. ആരംഭത്തെക്കാൾ അന്ത്യത്തിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഞെരുക്കമുള്ള വഴിയിലൂടെ അന്ത്യം കണ്ടെത്തുന്നവർ സന്തോഷവാന്മാരായിരിക്കും. അവർ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അത് നിത്യജീവനുള്ള വഴിയാണ്. വിശാലമായ വഴിയിലൂടെ അന്ത്യവും അത് നാശത്തിലേക്കുള്ള വഴിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് 2 വഴിയിൽ കൂടി ഒരേ സമയം
രണ്ട് ഡയറക്ഷനിൽ യാത്ര ചെയ്യുവാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുത്തേ മതിയാകൂ. ഒന്നുകിൽ ഞെരുക്കമുള്ള വഴി, അല്ലെങ്കിൽ വിശാലമായ വഴി. പാപത്തിൻ്റെ അന്ത്യം നിത്യനാശമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്ന് റോമാലേഖനം 6:23 പറയുന്നു. സ്വർഗവും നരകവും യാഥാർത്ഥ്യം. നിത്യനരകം ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ അടയാളമല്ല, അക്ഷരീകമായ സ്ഥലമാണ്. അത് ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടാണ്. രക്ഷിക്കപ്പെടാത്ത ജനവർഗത്തിൻ്റെ നിത്യമായ യാതന സ്ഥലമാണ്. അവിടേക്കുള്ള വഴി വിശാലവും വാതിൽ വീതിയുള്ളതുമാണ്. ഭാവിയായ മനുഷ്യന് തൻ്റെ ആയുസ്സിൽ നരകം നിത്യമാണെന്നോ അതിലെ യാതന നിത്യമാണെന്നോ ഒരിക്കലും അവർ ചിന്തിക്കുന്നില്ല, ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഇത് വാസ്തവമാണ്. ഇത് യഥാർത്ഥമായി തീരുന്ന ഒരു സമയം ഭാവിയിൽ ഉണ്ട്. ഒരിക്കലൊരു യുവാവ് ഒരു സുവിശേഷകനോട് ചോദിച്ചു, ഹലോ ഈവാഞ്ചലിസ്റ്റ്, നരകത്തിൽ പോകുന്ന വഴി ഏതാണ് എന്ന് പറയാമോ എന്ന്. സുവിശേഷകൻ രക്ഷിക്കപ്പെടാത്ത യുവാവിനെ നോക്കി ഈ പ്രകാരം പറഞ്ഞു, സ്നേഹിത, താങ്കൾ ഇപ്പോൾ പോകുന്ന വഴിയിൽ കൂടി തന്നെ നേരെ മുന്നോട്ട് പോകുക. നിശ്ചയമായും നിങ്ങൾ നരകത്തിൽ തന്നെ എത്തിച്ചേരും. നരകം ദൈവനീതിയുടെ പ്രദർശനശാലയാണ്. അത് പാപത്തിൻ്റെ ശിക്ഷയെയും മനുഷ്യൻ്റെ മനുഷ്യൻ ദൈവത്തിൽ നിന്നും വേർപെടുന്നതിൻ്റെ പരിണത ഫലവുമാണ്. എന്നാൽ നാം നിത്യാഗ്നിയുടെ ശിക്ഷാവിധിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ അതിൽ നിന്നും മോചനം നേടുവാൻ ദൈവം ഒരുക്കിയ മാർഗമുണ്ട്. കർത്താവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുക. എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് പ്രവേശിക്കും. ആമേൻ. ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷയുടെ മാർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഉള്ള മാർഗം. ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ നേർവഴിക്ക് നയിക്കും. കർത്താവ് നിങ്ങളെ നിത്യതയിലേക്ക് നയിക്കും. നിങ്ങളെ നിത്യതയിലേക്ക് നയിക്കുവാൻ ഒരു നായകൻ ഉണ്ട്. നിങ്ങളെ അതിനായി ദൈവം കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ആമേൻ.